ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡാൻ പി ജോസഫ്. ഞാൻ വേങ്ങരശാല മാർത്തോമ ഇടവക അംഗവും യുവപ്പ് വിദ്യാർത്ഥിയുമാണ്. എനിക്കിങ്ങനെ ഒരു അവസരം നൽകി തന്ന CSSM ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 13-ാം വാക്യം. മത്തായി 8:13. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ചാണ്. ശതാധിപൻ്റെ വിനയവും യേശുവിൻ്റെ ഒരു വാക്കിലുള്ള ഉറച്ച വിശ്വാസവും ശതാധിപൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുത്തി കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ശതാധിപനെ പോലെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുമ്പോട്ട് നടക്കാനിടവരുത്തണം. അതിനായിട്ടുള്ള കൃപ ദൈവമേ നൽകണമേ. ദൈവമേ, എൻ്റെ ഈ വചനം എനിക്കും മറ്റുള്ളവർക്കും ഉപകാരമായി തീരുവാൻ സഹായിക്കുമാറാണ്. ദൈവമേ, എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. Thank you.